അപ്പോഴേ വളരെ പ്രധാനമായിട്ട് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്, ഇപ്പോൾ രാവിലെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ന്യൂസ് മലയാളത്തിൽ ഒരു വലിയ വാർത്ത ഉണ്ട്. ന്യൂസ് മലയാളം ഉണ്ട്. അപ്പോൾ ഇതാണ് വാർത്ത. അതായത് അൻവറിന്റെ വാക്ക് വിശ്വസിച്ച് വീടുകൾ പൊളിച്ച് വിശ്വാസം അർപ്പിച്ചവർ ഇപ്പം തെരുവിലിറങ്ങി എന്ന് പറഞ്ഞിട്ട് ചേലക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ ചില വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് ഞങ്ങൾ ഏറ്റിരുന്നു. അതൊരു വസ്തുതയാണ്. അതിൽ 6 or 7 വീട് ഞങ്ങൾ പണി തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം. അതിൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. ആ വാർത്തയിൽ ആത്യന്തികമായി ന്യൂസ് മലയാളം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആളുകളെ പറഞ്ഞു പറ്റിച്ചു, അൻവർ ഒരു എന്താ പറയുക വഞ്ചകനാണ് എന്ന് വളരെ വളരെ പരിശ്രമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം തന്നെ എനിക്കതിൽ ആ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ഞാൻ കാര്യങ്ങൾ നേർക്കുനേരെ പറയുന്ന ആളാണ്. ഇവിടെ 1000 വീടുകൾ ഒരു KPCC ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എത്ര വീട് ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അത് പോട്ടെ. ഇപ്പോൾ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 1 വർഷവും 1 ദിവസവുമായി 796 കോടി ഉറുപ്പിക ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പിരിച്ച് മുഖ്യമന്ത്രിയുടെ വയനാട് ഫണ്ടിന് മാത്രം കൊടുത്താൽ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല ഗവൺമെൻറ്. ഈ നിമിഷം വരെ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടില്ല. അവിടെ ജനങ്ങൾ മാറിപ്പാർപ്പിക്കാൻ വേണ്ടി മാറ്റിപ്പാർത്ത വീടിൻ്റെ വാടക കിട്ടാത്തതിന് അവിടെ സമരം നടക്കുകയാണ്. മാസത്തിൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന അരിക്കാശ് ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. 18 പാലിയേറ്റീവ് ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അവർക്ക് ഡയാലിസിസ് നടത്താൻ പിണറായി ഗവൺമെൻറ് നാട്ടുകാർ കൊടുത്ത 796 കോടി ഉറുപ്പിക പോക്കറ്റിലിട്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ന്യൂസ് മലയാളം PV അൻവർ വലിയ വഞ്ചന നടത്തിയെന്ന് പറയുന്നത്. PV അൻവർ വഞ്ചന നടത്തിയിട്ടില്ല എന്ന് അവർ കാണിക്കുന്ന ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ പറയുന്ന 7 or 8 വീടുകൾ, അതിൽ 3/4 പങ്കും പണിയും കഴിഞ്ഞ് കിടക്കുകയാണ്. പലതും വാർക്കാനുള്ള ഘട്ടത്തിലാണ്. ഇത് നാട്ടുകാരോട് പിരിവിട്ടിട്ട് PV അൻവർ കെട്ടിച്ചതല്ല, എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കൊടുത്ത വീടുകളാണ്. അന്ന് നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ ചേലക്കരയിൽ മത്സരിക്കുമ്പോൾ DMK ആണ്, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടനയാണ്. ആ സോഷ്യൽ സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തമിഴ്നാട്ടിലെ DMKയുമായും സ്റ്റാലിനുമായും രാഷ്ട്രീയമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും DMKയുമായി ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്ന് ഉണ്ടാകുകയും ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ DMKയുടെ തമിഴ്നാട് ഘടകം അവിടുത്തെ പ്രധാന IT കമ്പനികളിൽ നിന്ന് CSR ഫണ്ട് തന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. ഇത് പബ്ലിക്കായി നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അത് തടയപ്പെട്ടു. നിങ്ങൾക്കറിയാം, DMKയുമായിട്ടുള്ള ഞങ്ങളുടെ ലയനം തടസ്സപ്പെടുത്തിയത് ഈ പറയുന്ന 796 കോടി ഉറുപ്പിക കീശയിലിട്ട് ഇപ്പോഴും നടക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രിയും കൂട്ടരും തന്നെയാണ് അന്ന് സ്റ്റാലിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ പറയുന്ന ഞങ്ങളുടെ മുന്നേറ്റവും ഞങ്ങളുടെ ലയനവും തടസ്സപ്പെടുത്തിയത്. നമ്പർ 1. പക്ഷേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അതിദയനീയമായ വീടുകളാണ് ഇപ്പോൾ ഈ പണിത 3/4 ഭാഗമായി നിൽക്കുന്നത്. ആ 3/4 ഭാഗമാക്കിയത് നാട്ടിൽ നിന്ന് 1 ഉറുപ്പിക പിരിച്ചിട്ടല്ല, എന്നാൽ കഴിയുന്ന വിധം, എന്നെക്കൊണ്ട് കഴിയുന്ന വിധം പണി നടത്തി വന്നിട്ട് 6-7 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സ്റ്റേജിലെത്തിയ വീടുകളുടെ വീഡിയോ മുഴുവൻ ന്യൂസ് മലയാളം തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ തന്നെ ആരെക്കൊണ്ടോ എൻ്റെ സ്റ്റാഫിന് ഫോൺ ചെയ്യിച്ചിരിക്കുക, ആ ഫോൺ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട് അൻവർക്ക് തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ട് പറയും എപ്പോഴും തിരക്കിലാണല്ലോ. ആ സ്ത്രീയുടെ വീട് 3/4 ഭാഗം കഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണണം, നിങ്ങളൊക്കെ പത്രമാധ്യമ പ്രവർത്തകരാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാക്കി വെച്ച് ലക്ഷക്കണക്കിന് ഇവിടുത്തെ എന്താ പറയുക ലൈഫ് പദ്ധതിയിലെ വീടുകൾ 1 ഘട്ടവും 2 ഘട്ടവും കഴിഞ്ഞ് പൊളിഞ്ഞ് തകരാനായി കിടക്കുകയാണ്. ന്യൂസ് മലയാളം അത് കാണൂല.
796 കോടി രൂപ നാട്ടുകാരുടെ നിന്ന് പിരിച്ച് പിണറായി മരുമകനും വിഴുങ്ങിയിട്ട് അത് ന്യൂസ് മലയാളം കാണില്ല. PV അൻവർ പറഞ്ഞൊരു 5-6 വീട് അത് മുക്കാ പങ്കായി അൻവർ വലിയ ചതിയനാണെന്നാണ് പറയുന്നത്. അല്ല, അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ രാജ്യം നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഇത് ആവർത്തിച്ച് മണിപ്പൂരിലടക്കം ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു മുസ്ലിം വിരുദ്ധത മാത്രമല്ല, ക്രൈസ്തവ വിരുദ്ധതയും വളരെ തീവ്രമായിട്ട് ഈ പറയുന്ന ഫാസിസ്റ്റുകൾ RSS ഇന്ത്യയിൽ ഒട്ടാകെ നടത്തി വരികയാണ്. എത്രയോ സംഭവങ്ങളുണ്ട്. ഈ വർഷം തന്നെ എടുത്ത കേസിൻ്റെ കണക്ക് 800 ചില്ലാനാണ്. അതായത് മതപ്രവർത്തനം നടത്തുകയോ മതപ്രഭാഷണം നടത്തുകയോ ഗവൺമെൻറ് നടത്തുകയോ ചെയ്താൽ അത് ബലം പ്രയോഗിച്ച് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി ഈ എന്താ പറയുക ക്രൈസ്തവ സമുദായങ്ങളെ അടിച്ചമർത്തുകയാണ് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ. പക്ഷേ കേരളത്തിലെ പല ആളുകൾക്കും ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഭാ നേതൃത്വം എപ്പോഴോ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ചില മധുരം കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയല്ല ആ സമുദായം ചെയ്യേണ്ടത്. അവരിത് തിരിച്ചറിയണം. ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേർതിരിക്കാൻ വേണ്ടി നടക്കുന്ന എത്രയോ യൂട്യൂബർമാരുണ്ട്, ഈ കാസ ഉൾപ്പെടെ. അവരെയൊക്കെ പിന്തുണക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ എടുക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കണം. പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകും. ഇവിടുത്തെ മതേതര വിശ്വാസികളും മതവിശ്വാസികളും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിന്ന് എതിർക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്ന RSS ഉയർത്തുന്ന ഈ ഭീകരവാദം. പക്ഷേ പല ഘട്ടത്തിലും ഈ മണിപ്പൂരിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരന്മാർ, പള്ളിയിലച്ചന്മാർ, പാതിരിമാർ, ഈ പറയുന്ന പാസ്റ്റർമാർ കൊല ചെയ്യപ്പെട്ടു. ഒരു നാട് തന്നെ ഇല്ലാണ്ടാക്കി. എന്ത് പ്രതികരണ കേരളത്തിലുണ്ടായത്? ആ ഘട്ടത്തിലല്ലേ തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കൊടുക്കുന്നത്? ക്രൈസ്തവ സമുദായം ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ തൃശ്ശൂരിലെ നിലപാട്? ഇത്രയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടും എന്താണ് ക്രൈസ്തവ സമുദായ സഭാ മേലധ്യക്ഷന്മാർ ഇത് മനസ്സിലാക്കാത്തത്? എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. അപ്പോൾ ഇവിടെ കാസയെ പോലെയുള്ള അതുപോലെയുള്ള മറ്റ് യൂട്യൂബർമാർ, മറുനാടൻ മലയാളി, ഇവനൊക്കെ പറയുന്ന പച്ച നുണകൾ അത് കൊട്ടിഘോഷിക്കുകയും അതിന് പ്രചരണം കൊടുക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന കാസയെ പോലെയുള്ള ഈ വിഭാഗത്തെ എതിർക്കാത്തടത്തോളം കാലം ഒരു സംശയവും കരുതണ്ട കേരളത്തിലെ അവസ്ഥയും അങ്ങോട്ടേക്കാണ് പോകുന്നത്. അത് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളെങ്കിലും മനസ്സിലാക്കണം. മതമേലധ്യക്ഷന്മാരിൽ ആർക്കെങ്കിലും അവരുടെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് വരെ എന്തെങ്കിലും പേടിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സമുദായത്തെ മൊത്തം ഒറ്റുകൊടുക്കുന്ന ആ നിലപാട് തിരുത്തണം. അത് തിരുത്തിയിട്ടില്ലെങ്കിൽ, കേരളത്തിൽ ഇനിയോ തിരുത്തിയിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. സോറി ഞാൻ മറന്നാ. അപ്പോൾ അതിലേ നിങ്ങൾക്ക് കാണിച്ചു തരാനാ. ഇന്നലെ അത് വളരെ വ്യക്തമായും പറഞ്ഞതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വാർത്തകൾ വന്നത് പല ചാനലുകളിലും കണ്ടു. ഗോവിന്ദചാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ എന്താ പറയുക വീഡിയോസ് കണ്ടു. അതിൽ ഒരു ഇടവഴിക്കിടയിൽ ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നൊരു വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലേ? ആരാണ് ഈ വീഡിയോ കൊടുത്തത്? ഏത് ജയിലധികാരികളാണ്? അത് ഗോവിന്ദചാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത്? വേറൊരു നിഴൽ ജയിലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദചാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ. എന്നിട്ട് നിർത്താതെ മാധ്യമങ്ങൾ പറയണത് ഇതാ CCTV. ഒരിക്കലും അത് ഗോവിന്ദചാമിയല്ല. പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം. അതിൽ കൊടുത്ത ഫോട്ടോ ആണിത്. ഇത് കണ്ടോ നിങ്ങൾ? നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശുത്തൊഴുത്താ. ഇതാണ് ഗോവിന്ദചാമി മുറിച്ചു പറഞ്ഞ് കാണിച്ചത്. നിങ്ങൾ ആ കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇതിനുള്ളിൽ കൂടെ ഒരു മനുഷ്യന് അതിന് അകത്തുകൂടെ ഒരു പോത്ത് കടന്നു വരും. ഇങ്ങനെ ഒരു ജയിലുണ്ടാവുമോ? അതിൽ കെട്ടിയ നൂല് നോക്കുങ്ങൾ. നൂല് കെട്ടി മറിച്ചതിനാണ് ആ നൂല് കെട്ടി. ഇത് നൂലാണോ? ഇത് ഗോവിന്ദചാമി വല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തിയത് സംശയിക്കും. ഈ നൂലൊക്കെ പാടെ അവിടെ വരണമെങ്കിൽ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഗോവിന്ദചാമി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന്
ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണിത്. ഇതിൻ്റെ എല്ലാ റോഡുകളും മുറിക്കുന്ന അതിൻ്റെ കൃത്യമായ വീഡിയോ ഇന്നലെ കാണിച്ചാൽ അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക്. അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി. അതിൽ മാധ്യമങ്ങൾ ദയവായി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 6 സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട്. ആക്സോബ്ലേഡ് എന്ന് 6 സ്ഥലത്ത് കൃത്യമായി മുറിച്ചിട്ടുണ്ട്. ആക്സോബ്ലേഡ് കൊണ്ട് അങ്ങനെ 6 സ്ഥലത്ത് മുറിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ലല്ലോ. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഡെമോ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല. പക്ഷേ ഞാനിത് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് മുറിക്കപ്പെടാം. കാരണം നാളെ ഇതിന് അന്വേഷണം വരും. ഞാൻ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ടേ കാണിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം. നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത്, ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത്, ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത്, നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അതിന് ചെയ്ത പണി എന്താ? ഏതോ ഒരു പശുത്തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ നൂല് കെട്ടിയിട്ട് ഗോവിന്ദചാമി പറഞ്ഞ ഏതോ ഒരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇരുട്ടിൽ ഒരു സാധനം ഇങ്ങനെ എന്താ പറയുക, ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോകുന്ന തലയിൽ കൈവച്ച് ആ ഫോട്ടോ കാണിച്ച് ഇതാ ഗോവിന്ദചാമി അഴിമുറിച്ചു പുറത്ത് കടക്കുന്നു. ദയവായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിലും വലിയ പറ്റിപ്പ് വേറൊന്നുമില്ല. അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ഇങ്ങനെ പോകൂ. ഇത് ചോദിക്കാനും പറയാനും ആരില്ല. ചോദിക്കേണ്ട ആരാ? നമ്മളെ പ്രതിപക്ഷമല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഓ നല്ല സുഖമല്ലേ ജയിലിൽ? എന്തൊരു സുഖം. ആരാ അവിടുത്തെ ജയിൽ വകുപ്പ് മന്ത്രി? പ്രതിപക്ഷം ചോദിച്ചോ? നിങ്ങൾക്കറിയാം ജയിൽ വകുപ്പ് മന്ത്രി ആരാണ്? എനിക്കെന്നെ അറിയില്ലായിരുന്നു. ഈ ചങ്ങാതി ചാടി പറഞ്ഞപ്പോഴാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷിക്കണം. അത് മുഖ്യമന്ത്രി തന്നെ. തൊഴുത്തിൻ്റെ ഫോട്ടോ കൊടുക്കണതോ അത് മുഖ്യമന്ത്രി തന്നെ. പ്രതിപക്ഷം ഓ നല്ല സുഖം. മനസ്സിലായോ? ഒരു പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്താ ചങ്ങാതി നടക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് ത്രാണിയില്ലാത്തത്? എന്തേ VD സതീശനൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആവാത്തത്? ആവൂല. ഞാൻ ആ കാര്യം പിന്നെ ഞാൻ പറയും. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ ഈ മാർക്കറ്റ് പൊളിക്കുന്നത്. ആരാ ചോദിക്കാനും പറയാൻ ആളില്ല. ചോദിക്കണ്ടല്ലോ അവിടെ. ഇവരുടെയൊക്കെ വാല് പിണറായിൻ്റെ അമ്മീൻ്റെ ചോട്ടിലാണ്. മനസ്സിലായോ? അപ്പോൾ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല, പറയാനും കഴിയില്ല. അത് തന്നെ വസ്തുത. ഒരാൾക്കും ചാടാൻ കഴിയില്ല. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ആ ആക്സോബ്ലേഡ് കാണിച്ചില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളൊരു ആക്സോബ്ലേഡ് വാങ്ങിയിട്ട് ഒന്ന് മുറിച്ച് നോക്കൂ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇൻഡസ്ട്രി. നിങ്ങളൊന്ന് പോയി നോക്കൂ. ഇപ്പോൾ അവിടുത്തെ തൊഴിലാളികളോട് നിങ്ങൾ ചോദിക്കൂ. ആകെ 1 മില്ലിമീറ്ററാണ് ഇതിൻ്റെ എന്താ പറയുക ടീത്ത് ഉണ്ടാവുക. അത് അരമണിക്കൂർ ഇങ്ങനെ ആക്കിയാൽ ആ സാധനം പോയി. പിന്നെ അതൊരു ഫ്ലാറ്റ് കമ്പി കഷ്ണം, ഒരു തകിട് മാത്രമാണ്. അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഈ സാധനം മുറിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സംവിധാനം 1000 ആക്സോബ്ലേഡ് ഉണ്ടെങ്കിലും മുറിക്കാൻ കഴിയില്ല. അത് മുറിക്കാൻ കഴിയില്ല. ഇത് വസ്തുതയല്ലേ? പച്ചക്കള്ളം. എന്നിട്ട് അത് ബോധ്യപ്പെട്ട് നടക്കുക ഇവിടുത്തെ പ്രതിപക്ഷം. അപ്പം ഇതാണ് സ്ഥിതി. കേരളം എന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക പട്ടണമായി മാറി. എന്ത് തോന്നിവാസവും എന്ത് തമ്മാടിത്തവും പിണറായി വിചാരിക്കുന്നത് എന്തുവിടെ നടക്കും. ചോദിക്കാനും പറയാനും ഒരാളില്ല. ചോദിക്കാൻ ശേഷിയില്ല, ഒറ്റ ഒരുത്തനുമില്ല. ചോദിച്ചാൽ അവൻ വിവരം അറിയും. അത് തന്നെ. ആ വിവരം എന്താണെന്നുള്ളത് പിന്നീട് പറയും. അല്ല, ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. എം സ്വരാജ് തന്നെയാണ് VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം. ഞാൻ അന്ന് പറഞ്ഞാണല്ലോ. അതിലെന്താ സംശയം? അതുതന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അത് എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏതോ ഒരു ചാനലിൽ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അത് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്തോ പറഞ്ഞില്ല. അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ ഇൻ്റർവ്യൂലുണ്ട്. അതിലൊരു തർക്കമില്ല. VS-നെ ഈ ഗതിയിലാക്കിയത് പിണറായിയും കൂട്ടരാണെന്ന് ആർക്കറിയത്ത്. അതാണല്ലോ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഈ തെണ്ടുന്നത്. അതായത് പാർട്ടി മുതലാളിത്തത്തിലേക്ക് ചായുന്നു എന്നതായിരുന്നു VS-ൻ്റെ ഏറ്റവും വലിയ വിഷയം. VS പറഞ്ഞ അവസ്ഥയിലെത്തിയില്ലേ? VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ആശാ വർക്കർമാർ ആ തിരുവനന്തപുരത്ത് ഈ തെണ്ടൻ്റെ ഗതികേട് ഇപ്പോഴും 8 മാസമായി. പാവപ്പെട്ട സ്ത്രീകൾ ഒരു 100 രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് VS ജീവിച്ചിരിപ്പോൾ നടക്കുമോ? ജീവിച്ചിരിക്കുന്ന VS പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഈ മാർക്കറ്റ് പൊളിക്കുമോ? അതിന് ധൈര്യം ഉണ്ടാവുമോ പിണറായിക്ക്? അപ്പം VS അന്ന് പറഞ്ഞത് അതാണ്. ഇത് മുഴുവൻ മുതലാളിമാരുടെ ആലയിൽ കൊണ്ടുപോയി ചാരുകയാണ് പാർട്ടി.
പാർട്ടിക്ക് നയവ്യതിയാനം വന്നിരിക്കുന്നു, അത് തിരുത്തണം എന്നാ VS പറഞ്ഞത്. അത് തന്നെ ഇപ്പം നടക്കുന്നത്. വളരെ സുഖമായി, ചോദിക്കാനും പറയാൻ ആളില്ല. ഈ ജാതി പ്രതിപക്ഷവും ചായ വണ്ടിപ്പരിപ്പും കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് സലാം അടിച്ച് മുഖ്യമന്ത്രിക്ക് സലാം അടിച്ച് പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാകുമ്പോൾ എന്താ ചെയ്തുകൂടാത്തത്? അത് തുടരും, ജനങ്ങൾ അനുഭവിക്കുക, അല്ല വേറെ ഒരു മാർഗവും ഇല്ല. ഓക്കെ.